ഇലക്ട്രിക് വണ്ടി കത്തിപ്പോകുന്നു ചേട്ടാ ശ്രദ്ധിച്ചു കാണും. ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ന്യൂസ് വന്നിട്ടുണ്ട്. എന്നാലേ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് കമ്പനികളിലെ ഒരു വണ്ടിയും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റാന്നി ചെല്ലക്കാട് പമ്പിനടുത്തുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്കൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന സ്കൂട്ടറുകളാണ്. പിന്നെ നമുക്കൊരു കാര്യം കൂടെ ചോദിക്കാണ്ട്, ഇപ്പോൾ അടുത്തിടെയായിട്ട് നമ്മുടെ സ്കൂട്ടറുകളൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ കത്തിപ്പോകുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഈ ഷോറൂമിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ ഷോറൂമിനകത്തോട്ട് പോയി ഈ സ്കൂട്ടറുകളൊക്കെ ഒന്ന് കാണാം. ബാക്കി വിശേഷങ്ങൾ ആ ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഷോറൂമിനുള്ളിലെ കാഴ്ചകളൊക്കെ ഇത്രയുമാണ്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ ഗുഡ് മോർണിംഗ്. അപ്പം ഈ ഷോറൂമിൻ്റെ ഓണറാണ് ഈ ചേട്ടൻ്റെ പേരൊന്ന് ആദ്യം ഒന്ന് പറയാം. ബാബു മാത്യു. ഓക്കെ. എത്ര നാളായി ഇത് ഇവിടെ തുടങ്ങിയിട്ട്? 4 മാസമായി. 4 മാസം. ഓക്കെ. ആദ്യം ഇതിനെക്കുറിച്ചൊന്ന് പറയാം, ഇലക്ട്രിക് വണ്ടികളെ കുറിച്ചൊന്ന്. ഞാൻ നേരത്തെ ബീഹാറിൽ ടീച്ചിങ് പ്രൊഫഷനിലായിരുന്നു. ടീച്ചിങ് എനിക്ക് സ്കൂളിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും നാട്ടുകാർക്ക് നമുക്കും പ്രയോജനപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ വന്നത്, ഇലക്ട്രിക് ബൈക്കിൻ്റെ ഷോറൂം ബിസിനസ് തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഞാൻ ഗുജറാത്തിലുള്ള ജോയി ബൈക്കിൻ്റെ ആളുകളുമായിട്ട് സംസാരിച്ചു. അങ്ങനെ അതിനുശേഷം അവരുമായിട്ട് ടൈപ്പായതിനു ശേഷമാണ് ഞങ്ങളിവിടെ ഈ ഷോറൂം തുടങ്ങിയത്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഇപ്പം ന്യൂസിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒന്ന്, നമുക്ക് പൊല്യൂഷൻ ഫ്രീ ആണ്. ഒരു ഗ്രീൻ വേൾഡ് ന് വേണ്ടിയിട്ടാണ് ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊല്യൂഷൻ, നമുക്ക് പുകയില്ല, അതുപോലെ തന്നെ സൗണ്ട് പൊല്യൂഷൻ ഇല്ല. പിന്നെ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ടയർഡ്നെസ് ഫീൽ ഉണ്ടാകത്തില്ല. കാരണം ജെർക്കിങ്ങും അതുപോലെ വൈബ്രേഷനും ഒന്നും ഇല്ല മറ്റു വണ്ടികളെ പോലെ, പെട്രോൾ വണ്ടികളെ പോലെ. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് നമുക്കിപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ ഇന്ധന വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് വളരെ ഉപകാരമാണ്. ഒരു 1000 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പോകാവുന്ന ദൂരം നമുക്കൊരു 10,000 രൂപയ്ക്ക് പോകാവുന്ന ദൂരം നമുക്ക് ഈ വണ്ടി കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അത് 10 മടങ്ങ് നമുക്ക് പ്രയോജനമാണ്. പിന്നെ ഇത് സേഫാണ്. പണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചൊക്കെ വളരെ എന്താ പറയുക, ഡൗട്ട്ഫുള്ളായിരുന്നു മനുഷ്യരെ. കാരണമുണ്ട്, അന്നത്തെ ബാറ്ററിയും അതിൻ്റെ മോട്ടറുകളും കാര്യങ്ങളും ഒക്കെ നാടിൽ നിന്ന് കൊണ്ടുവരുന്നത്, ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നതായിരുന്നു. അത് 6 മാസം കഴിയുമ്പോൾ അത് കേടായിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററിയോ പിന്നെ അതിൻ്റെ പാർട്സോ ഒന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. അങ്ങനെ ആകുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ എടുത്തവർക്കൊക്കെ അമളി പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്ററും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ അനേകം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗുജറാത്തിൽ ഈ തുടങ്ങിയിരിക്കുന്ന ജോയി ബൈക്ക് എന്ന് പറയുന്ന കമ്പനി ഏതാണ്ട് 750 ഏക്കർ സ്ഥലത്തിലാണ് അവരത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഇതിൻ്റെ പാർട്സ് എല്ലാം ഇവിടെ തന്നെ ആണ് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിതിൻ്റെ പാർട്സോ ബാറ്ററിയോ മോട്ടറോ എന്തിന് കേടുവെന്ന് പറഞ്ഞാലും വിതിൻ എ വീക്ക് ടൈം, ഒരു ആഴ്ചയ്ക്ക് അകം നമുക്കത് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ ബാറ്ററി 3 വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. 3 വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 വർഷത്തെ വാറണ്ടി എന്ന് പറയുമ്പോൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. ബാറ്ററിക്ക് എന്ത് പറ്റിയാലും അത് തിരിച്ചു കൊടുക്കും. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 വർഷം വാറണ്ടി പറഞ്ഞാലും 5 വർഷം ഒരു കുഴപ്പമില്ലാതെ കൊടുത്ത ബാറ്ററികൾ അതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ 3-4 മാസമായിട്ട് വണ്ടി
ഞാൻ തന്നെ ഒരു വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആ വണ്ടി 2700 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഒരു പ്രശ്നങ്ങളുമില്ല. ചാർജിങ്ങിലും പ്രശ്നമില്ല, അതുപോലെ മൈലേജിലും കുഴപ്പമില്ല. ബാറ്ററി നല്ല ഭംഗിയായിട്ട്, മോട്ടറും എല്ലാം നല്ല ഭംഗിയായിട്ട് ഓടുന്നുണ്ട്. പിന്നെ നല്ല റെസ്പോൺസ് ഉണ്ട്. മാസം ഒരു 10 വണ്ടി നമ്മുടെ ഇവിടുന്ന് സെയിലാവുന്നുണ്ട്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു ചാർജിങ് സ്റ്റേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ഇത് വീട്ടിലല്ല തന്നെ വീട്ടിൽ കുത്തിയിടുമ്പോൾ എത്ര മണിക്കൂർ എടുക്കും? വീട്ടിൽ കുത്തിയിടുമ്പോൾ ഇത് 3 മണിക്കൂർ, ഇത് 3 to 4 hours ഫുൾ ചാർജ് ആകണമെങ്കിൽ 0 to 100 ആണെങ്കിൽ നമുക്ക് 3 മണിക്കൂർ. ഇപ്പം നമുക്ക് 50% ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് വെറും 1 മണിക്കൂർ കൊണ്ടൊക്കെ ഫുൾ ചാർജ് ആവും. അപ്പോൾ ചാർജിങ് സ്റ്റേഷനിലാണെങ്കിലോ? ചാർജിങ് സ്റ്റേഷനിലാണെങ്കിൽ വിതിൻ 20 minutes 20 മിനിറ്റ് ഉണ്ടാവില്ലേ? അതെ. അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി ന്യൂസ് വരുന്നത് കണ്ടു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഇതിനകത്തൊക്കെ വരുന്നുണ്ട് 4 വണ്ടിയുടെ ഈ ഇലക്ട്രിക് വണ്ടി കത്തിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ട്. ചേട്ടൻ അത് ശ്രദ്ധിച്ചു കാണുമോ? ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ന്യൂസ് വന്നിട്ടുണ്ട്. എന്നാലേ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് കമ്പനികളിലെ ഒരു വണ്ടിയും കത്തിപ്പോയായിട്ട് നമുക്ക് ന്യൂസ് ഇല്ല. ഒരു വണ്ടി, ഓലയുടെ ഒരു വണ്ടി കത്തിപ്പോയിട്ടാണ്. ഞാൻ പേരെടുത്തതിൽ ശ്രമിക്കണം, കഴിഞ്ഞ ദിവസം കാണിച്ചതാണ്. പിന്നെ വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് അസംബിൾ ചെയ്ത് യാതൊരു നോളജും ഇല്ലാതെ ഇത് ചെയ്ത് കൊടുക്കുന്ന വണ്ടികളാണ് ഇങ്ങനെ പോകാൻ സാധ്യത. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിനെ നല്ല രീതിയിൽ ചെയ്തു വരുന്ന കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടികൾ കത്തിപ്പോകാൻ സാധ്യത തീരെ കുറവാണ്. ഓക്കെ. ഇത് ഈ വണ്ടികൾക്കൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ വിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള വണ്ടി, ഏറ്റവും കുറവുള്ള നമുക്ക് ഇപ്പം 72,500 രൂപ മുതൽ 110 വരെയുള്ള വണ്ടികളുണ്ട്. 110 എന്ന് പറയുന്നത് നമുക്കൊരു ബൈക്കാണ്. ഈ വണ്ടികൾക്കൊന്നും ലൈസൻസും രജിസ്ട്രേഷനും വേണ്ടിയതല്ല. അപ്പം ഇത് നിരത്തിലിറക്കുന്നതിന് വേറെ വല്ല ഫോർമാലിറ്റി വല്ലതും ഉണ്ടോ? നിരത്തിലിറക്കുന്നതിന് ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനി പറയുന്ന ഇൻഷുറൻസ് പോലും വേണ്ടതാണ്. പക്ഷേ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ഇതിന്. ഞാൻ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നമ്മൾ ടൈപ്പായിട്ട് ഇതിന് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. 5 വർഷത്തെ ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ പറ്റും. 5 വർഷത്തെ ഇൻഷുറൻസ് എടുക്കാൻ ഒരുമിച്ച് 3000 രൂപ അതിന് ചിലവ് വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് എത്ര മൈൽ ഇത് കിട്ടും, റേഞ്ച് കിട്ടും നമുക്ക് ഇത് കുത്തിയിട്ട് കഴിഞ്ഞാൽ? മിക്ക വണ്ടികളും, അതായത് സ്കൂട്ടറുകളെല്ലാം നമുക്ക് 65 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന വണ്ടിയാണ് ആണല്ലേ ഒരു ചാർജിങ്ങിൽ. അപ്പം ഏറ്റവും 75 തൊട്ടാ 74 തൊട്ടായില്ലേ? 74 തൊട്ട് 72,500 തൊട്ട് 78 വരെയുള്ള സ്കൂട്ടറുകളുണ്ട്. പിന്നെ ഒരു ബൈക്ക് ഉണ്ട്, അതിന് നമുക്ക് 110 വരും. ആ ബൈക്കിന് എത്ര ഇത് കിട്ടുന്നത്? ബൈക്കിന് നമുക്ക് 75 കിലോമീറ്റർ മൈലേജ് കിട്ടും. അപ്പോൾ മാക്സിമം എത്ര സ്പീഡിൽ പോകാൻ പറ്റും? സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലൈസൻസ് വേണ്ടാത്ത വണ്ടികൾ 25 കിലോമീറ്റേഴ്സാണ് ഗവൺമെൻറ് പറയുന്നത്. ഇതിന് സാമാന്യം നല്ല സ്പീഡാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ നമ്മൾ ഈ വണ്ടി ഇറങ്ങുന്ന ടൈമിൽ എല്ലാവർക്കും ഉള്ള ഒരു ധാരണയായിരുന്നു മഴയത്ത് ഇത് ഓടിക്കാൻ പറ്റത്തില്ല. അത് ചേട്ടൻ കേട്ടിട്ടുണ്ട്? ഞാൻ മഴയത്തെ മണിക്കൂറുകൾ ഓടിച്ച പിക്ചർ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പ്രഗതി ഹെൽപ്പ് ലൈനിൽ പോയാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് ഇങ്ങനെ മഴയത്ത് ഓടിക്കാൻ പറ്റും. അതിന്റെ മോട്ടർ നമ്മുടെ ഹബ് മോട്ടറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹബ് മോട്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ വീലിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് വാട്ടർ പ്രൂഫാണ്, സീൽഡാണ്. അപ്പോൾ ഇതിന് എത്ര നമ്മൾ ഒരു ദിവസം പോയിട്ട് വരണമെങ്കിൽ എത്ര ചിലവ് വരും? നമുക്ക് ഒരു ചാർജിങ്ങിൽ ഒരു ഏകദേശം 1.5 യൂണിറ്റ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നവർ പറയുന്നതാണ്, ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിക്ക് എനിക്ക് എക്സ്ട്രാ ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറയുന്നത് ഒരു 300 രൂപ കൂടുതൽ വരുന്നില്ല ഒരു മാസം. അപ്പോൾ ഒരു 10 രൂപ എനിക്ക് ഒരു ദിവസം ആകുന്നു. അത്രേ ആകുന്നുണ്ടല്ലേ ഒരു ചാർജിങ്ങിൽ? അപ്പം ഇത് എങ്ങനെയാ, ഇത് ബുക്കിംഗ് ആണോ? ഇവിടെ വണ്ടി ബുക്കിംഗ് ആണോ അതോ നേരിട്ട്? വണ്ടി ഞങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെയും പത്തനംതിട്ടയിലും ഷോറൂം ഉണ്ട്. 2 ഷോറൂം ഉണ്ട്. കുമ്പഴ ഷോറൂം ഉണ്ട്. കുമ്പഴ സ്റ്റേറ്റ് ബാങ്കിന് ഓപ്പോസിറ്റിൽ എൻ്റെ തന്നെ കടയാണ്. അപ്പോൾ ഇതിന്റെ സർവീസ് എങ്ങനെയായിരിക്കും? സർവീസ് നമ്മളിവിടെ തന്നെ കമ്പനി വന്ന് ചെയ്തു തരും. കമ്പനി വന്ന് ചെയ്തു തരുമോ? നമുക്ക് മെക്കാനിക്കുണ്ട്. ഇത്ര കിലോമീറ്റർ ആയി കഴിയുമ്പോഴാണോ അതോ? അല്ല, നമുക്ക് വാറണ്ടി എന്ന് പറയുന്നത് 20,000 കിലോമീറ്റേഴ്സ് ആണ് വാറണ്ടി പീരീഡ് ബാറ്ററിയുടെ. പിന്നെ എന്തെങ്കിലും ഇലക്ട്രിക് പാർട്സ് ചെയ്ത് തരികയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വരുത്തി ഉടനെ തന്നെ ചെയ്തു. അത്രയല്ലേ? വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ തൃശ്ശൂർ ഇതിൻ്റെ മെയിൻ സപ്ലയർ ഉണ്ടല്ലേ? ഓക്കെ. അപ്പം ഓർഡറുകളൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട്. ഓർഡറുകളൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ കാരണം പെട്രോളിന്റെ വില കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഒത്തിരി അന്വേഷിച്ചു. നല്ല എൻക്വയറീസ് ഉണ്ട്. നല്ലതായിട്ട് എൻക്വയറി ഉണ്ടല്ലേ? ഓക്കെ. ഇത് ചാർജിങ് സ്റ്റേഷനോടെ തുടങ്ങി കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷനിൽ ഞാനും അവിടെ ഒരു സ്പേസ് ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ നമുക്കൊരു അത്യന്താപേക്ഷിതമായിട്ട് പോകേണ്ടതായിട്ടുള്ള കാര്യം വന്നുകൊണ്ട് പോകാൻ കഴിഞ്ഞു. ഞാനത് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് മിസ്റ്റർ ബോബി ചെയ്തിരിക്കുന്നത്. അത് ദേശത്തിന് നന്മയ്ക്കായിട്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളി എല്ലാ സൗകര്യവും അവിടെ ചെയ്തു കൊടുത്തു. ഞാൻ പുള്ളിയെ ഈ തരുണത്തിൽ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇനിയും വരണം നമ്മുടെ നാട്ടിൽ. അപ്പം പെട്രോളിൻ്റെ വിലയൊന്നും പേടിക്കേണ്ട കാര്യം പറ്റില്ല. ഓക്കെ ചേട്ടാ, അപ്പം
ഇത്രയും നേരം നമ്മോട് സഹകരിച്ച ചേട്ടനോടുള്ള നന്ദി ആദ്യം പറയുന്നു. താങ്ക് യു ഓൾസോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.